ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിവിസിബിലിറ്റി റൂൾസ് ആണ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2, 3, 4, 5 വരെ നമ്മൾ സെറ്റ് ആക്കിയിരുന്നു അല്ലെ. അപ്പൊ നമുക്കിനി 6ന്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. നോക്കണം, അപ്പോഴത്തേക്ക് നോക്ക്. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 6. ഇനി പറഞ്ഞ പോലെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാവേ. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 6 if it is divisible by 2 and 3. കണ്ടോ, നമുക്ക് 2, 3 പഠിക്കാതെ 6ലേക്ക് വരാൻ പറ്റില്ല. അതന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കണേ കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ, ഒരു നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 6, 6 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ if it is divisible by 2 and 3, അതിനെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മാത്രം അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. കണ്ടോ, ആൻഡ് എന്നാ ഓർ എന്നല്ല വന്നേക്കണേ, 2 or 3 എന്നല്ല വന്നേക്കണേ, 2 and 3 എന്നാ. അതായത് 2 കൊണ്ടും പറ്റണം, 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എത്ര കൊണ്ടും പറ്റണം? 3 കൊണ്ടും പറ്റണം. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, തന്നേക്കുന്ന ഒരു നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ അല്ലേടാ? അവരപ്പൊ ആദ്യം നമ്മൾ എന്താ ചെക്ക് ചെയ്യണ്ടേ? നമ്മൾ ആദ്യം 3ലേക്കൊന്നും പോകണ്ട, 3ന്റെ റൂളിലേക്ക് പോകണ്ട. 2ന്റെ വളരെ സിമ്പിൾ അല്ലേ, ഈവൻ നമ്പർ ആണോ നോക്കാം. തന്നേക്കുന്ന നമ്പർ ഓഡ് നമ്പർ ആണ്, ഈവൻ നമ്പർ 2 ചെക്ക് ചെയ്യാൻ നമുക്ക് അറിയാലോ. ലാസ്റ്റ് ഡിജിറ്റ് 0, 2, 4, 6, 8 ആണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം എന്ന് നോക്കിയാൽ മതി, 3 കൊണ്ട് പറ്റുമോ നോക്കിയാൽ മതി. മനസ്സിലായോ? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം 3 കൊണ്ട് നോക്കിയാൽ മതി. ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, പിന്നെ നിങ്ങൾ അത് കൂട്ടിയിട്ട് 3 കൊണ്ട് ചെക്ക് പറ്റുമോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ അത് 3 കൊണ്ട് പറ്റുന്നതായിരിക്കും, 2 കൊണ്ട് പറ്റാത്തതായിരിക്കും. നമുക്ക് ആവേശത്തിന് നമ്മൾ കുത്തിവെക്കും 6 കൊണ്ട് പറ്റുമെന്ന്. പക്ഷെ തെറ്റിപ്പോവും. കാര്യം എന്താ, 2 കൊണ്ട് പറ്റുന്നെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെക്ക് ചെയ്യാം, ഡിജിറ്റ് ആഡ് ചെയ്തിട്ട് 3 കൊണ്ടും പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാം. സെറ്റല്ലേ? അതിൽ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഒരു നമ്പറിനെ എന്തുകൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ, 6 കൊണ്ട് ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് 2 കൊണ്ടും, ആ നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റണം, ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 23,124, 23,124, 2, 3, 1, 2, 4. എടാ, ആദ്യം നോക്കേണ്ട കണ്ടീഷൻ എന്താ, അതിനെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക, 2 കൊണ്ട് പറ്റുമോ നോക്കുക. 2 കൊണ്ട് പറ്റുന്ന കണ്ടീഷൻ ഉണ്ടോ? 2ന്റെ റൂൾ നമുക്കറിയാം. ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 2 ആയിരിക്കണം, അല്ലെങ്കിൽ 4 ആയിരിക്കണം, അല്ലെങ്കിൽ 6 ആയിരിക്കണം, അല്ലെങ്കിൽ 8 ആയിരിക്കണം. സെറ്റ് അല്ലേ? അവിടെ പറ്റുമോ? ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് എത്ര വന്നേക്കുന്നേ? 4. ഉറപ്പായിട്ടും 2 കൊണ്ട് എന്താണ്, ഡിവിസിബിൾ ആണ്. 4 വന്നേക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും എന്തായിരിക്കും, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അവിടെ 2 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞ് നേരെ ചാടി കുത്താൻ പറ്റും. ഓക്കെ, ഇത് 6 കൊണ്ടും പറ്റും. ഇല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, കണ്ടീഷൻ എന്താ, 2 കൊണ്ട് പറ്റുമെങ്കിൽ എത്ര കൊണ്ട് കൂടെ പറ്റുമെന്ന് ചെക്ക് ചെയ്യണം, 3 കൊണ്ട് കൂടി പറ്റുമെന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് 3ന്റെ കണ്ടീഷൻ. 3ന്റെ കണ്ടീഷൻ എന്താ, ആ സം എടുക്കുക, ഡിജിറ്റുകളുടെ സം എടുക്കുക. കൂട്ടിക്ക് എല്ലാം കൂടെ 2 + 3 + 1 + 2 + 4 അല്ലേ? 2 + 3 + 1 + 2 + 4 കൂട്ട് 2, 3, 5, 1, 6, 2, 8, 4, 12. ഓക്കെ അല്ലടാ? 12 എന്ന് വെച്ചാൽ 3 × 4 അല്ലേ? അതുകൊണ്ട് എന്താണ്, ഈ തന്നേക്കുന്ന നമ്പറിനെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഈ തന്നേക്കുന്ന നമ്പറിനെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാമെങ്കിൽ ഇവരെ എത്ര കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ 6ന് സെപ്പറേറ്റ് റൂളൊന്നുമില്ല. 2, 3 അറിയുന്നവർ എന്തും ചെയ്യാം, 6ന്റെ റൂളും പഠിക്കാം. കാരണം 2 റൂളും 2ന്റെ 3ന്റെ റൂള് പഠിച്ച 6 ഓട്ടോമാറ്റിക്കലി കൂടെ പോരും. മനസ്സിലായോ? അവർ 2 പേരെ ഒരുമിപ്പിച്ചാൽ മതി. അടുത്തൊരു നമ്പർ നോക്കിയേ, 54,384, 54,384, അല്ലെങ്കിൽ 5, 4, 3, 8, 4. ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ത് നോക്കുക, ആദ്യം 2ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. ആണോ? ഉറപ്പായിട്ടും 4 അല്ലേ? 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി അടുത്ത കണ്ടീഷൻ, 2ന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നോക്കാം, 3ന്റെ നോക്കാം. എത്ര നോക്കി എന്താ ചെയ്യണ്ടേ, 5 + 4 + 3 + 8 + 4. 5 + 4 + 3 + 8 + 4 കൂട്ടിക്ക് എല്ലാം കൂടെ
5 4 9, 9 3 12, 12 8 20, 20 4 24, 24 എന്ന് വെച്ചാൽ 3 ഇൻറ്റു 8 അല്ലേടാ. അപ്പൊ ഇതിനെയും 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഓൾസോ ഡിവിസിബിൾ ബൈ 6. ഇതിനെ എന്തുകൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ വേറൊരു നമ്പർ എഴുതാം. നോക്കിയോ, ഒരെണ്ണമേ. ഓക്കെ, 7,32,124, 7,32,124 അല്ലെങ്കിൽ 7,3,2,1,2,4. എടാ ആദ്യത്തെ കണ്ടീഷൻ എന്താ? നമ്മൾ 6 കൊണ്ടാ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്താ? ഇതിനെ 2 കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക. 2 കൊണ്ട് പറ്റുമോ നോക്കിയേ. പറ്റും. കാര്യം യൂണിറ്റ് ഡിജിറ്റ് എന്താ വന്നേക്കുന്നത്? 4 ആണ് വന്നേക്കുന്നത്. എല്ലായിടത്തും 4 വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? വേറെ നമ്പർ എഴുതാം. നോട്ടെ, 7 3 10, 7 3 10 2 12 1 13 ഓക്കെ. 7,32,133 നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലായിടത്തും 4 വരുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഒരു ഡൗട്ട് തോന്നും, 4 വന്നാൽ മാത്രമേ ഇത് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. 4 ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വന്നേക്കുന്നത്? 7 3 2 1 3 3. ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ എന്താ? 2ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണോ. യൂണിറ്റ് ഡിജിറ്റിൽ 0 2 4 6 8 ഏതെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അപ്പൊ അവിടെ തന്നെ പൊളിഞ്ഞു. അവിടെ തന്നെ നമുക്ക് എന്ത് പറയാം? 6ന്റെ മൾട്ടിപ്പിൾ അല്ല. 6ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഇനി വേണമെങ്കിൽ കാണിച്ചു തരാം. ഇനി 3 കൊണ്ട് പറ്റുമോ എന്ന് കൂടെ നോക്കിയേ. 3 കൊണ്ട് പറ്റുമോ എന്ന് നോക്കിയേ. നോക്ക്, 7 + 3 + 2 + 1 + 3 + 3. 7 3 10 2 12 1 13 3 16 3 19. സെറ്റ് അല്ലേ? 7 + 3 10, 10 2 12, 12 1 13, 13 3 16, 16 3 19. ഉറപ്പായിട്ട് ഇത് എന്നും ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ടും പറ്റില്ല. എടാ 2 കൊണ്ട് പറ്റില്ല തന്നെ അവിടെ നിർത്തിയേക്ക്. 6 കൊണ്ട് പറ്റില്ല എന്ന് കൺഫേം ചെയ്യാം. ഞാൻ പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതാ. അപ്പൊ ഇന്ന് എന്തും ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ടും പറ്റില്ല. ഇനി വേറൊരു കണ്ടീഷൻ കൂടി കാണിച്ചു തരാവേ. 2 കൊണ്ട് പറ്റും എന്നിരിക്കട്ടെ. ഓക്കെ, 6 വന്നു. ആ 2,51,246, 2,51,246 അല്ലെങ്കിൽ 251246. ഈ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് വന്നേക്കുന്നത്? നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് വന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ 6 ആണ്. ഓക്കെ, 6 വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാടാ? ലാസ്റ്റ് ഡിജിറ്റ് 6 വന്നു കഴിഞ്ഞാൽ ഇതിന് എന്ത് പറയാൻ പറ്റും? 2 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ് 6 വന്നു കഴിഞ്ഞാൽ ഇതിനെ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. 2 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം നമുക്ക് എന്തുകൂടെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു? 3ന്റെ കൂടെ ചെക്ക് ചെയ്യണം. കൂട്ടിക്കേ, 2 + 5 + 1 + 2 + 4 + 6. 2 5 7, 7 1 8, 8 2 10, 10 4 14, 14 6 എത്രടാ? 20 അല്ലെ? 2 5 7, 1 8, 2 10, 4 14, 6 20. എടാ 20 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ 2 കൊണ്ട് പറ്റി എന്ന് കരുതി 3 കൊണ്ട് പറ്റണമെന്നുണ്ടോ? ഇല്ല. 3 കൊണ്ട് പറ്റും എന്നുള്ള കരുതി 2 കൊണ്ട് പറ്റണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ എപ്പോഴും ആദ്യം പ്രിഫറൻസ് 2 കൊണ്ട് പറ്റുമോ എന്നുള്ളതിന് നോക്കാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? 6 കൊണ്ടുള്ള ചെക്ക് ചെയ്യാം. ഒരു നമ്പര് 6 കൊണ്ട് ഡിവിസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ അതിനെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. പിന്നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം? 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി 7ാമത്തേലേക്ക് പോവാലോ. 7ന്റെ റൂളിലേക്ക് പോവാലോ. സെറ്റ്. നോക്കൂ 7 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി. The last digit of the given number should be multiplied by 2 and then subtracted with the rest of the number leaving in the last. കാണുമ്പോൾ വലിയൊരു സെന്റൻസ് ആണ് അല്ലേ? ഒന്നുകൂടെ വായിച്ചാൽ പെട്ടെന്ന് കിട്ടും. The last digit of the given number. The last digit of the given number should be multiplied by 2. അതായത് തന്നേക്കുന്ന നമ്പറിന്റെ അവസാനത്തെ ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. തന്നേക്കുന്ന നമ്പറിന്റെ അവസാനത്തെ ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഹൈലൈറ്റ് ചെയ്യാം.
ലാസ്റ്റ് ഡിജിറ്റിന് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈഡ് ബൈ 2 ആൻഡ് ദെൻ subtracted with the rest of the number leaving the last. അതായത് ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവസാനത്തെ ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബാക്കിയുള്ളതിൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ ഈ പ്രോസസ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബാക്കിയിൽ നിന്ന് കുറയ്ക്കുക. എന്നിട്ട് ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന നമ്പർ 7 മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് കിട്ടുന്ന നമ്പർ 7 മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടാ അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറയാനായിട്ട് പറ്റും. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, 238. 238 ലാസ്റ്റ് ഡിജിറ്റ് ഏതാ, 8 അല്ലേ. അതിന് എന്ത് ചെയ്യണമെന്ന് പറയാം, അതിന് ഡബിൾ എടുക്കുക, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ആവും, 8 × 2 16. അതവിടെ നിൽക്കട്ടെ. ആ 16നെ ബാക്കിയുള്ള ഫുള്ള് നമ്പറിൽ നിന്ന് കുറയ്ക്കുക. ബാക്കിയുള്ള നമ്പർ എത്ര, 23 അല്ലേ. 23 16 കുറച്ച് എത്ര, 7 അല്ലേ. 23 16 കുറച്ച് 7 അല്ലേ. എടാ 7 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ. 7 എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറയാൻ പറ്റും, ആ തന്നേക്കുന്ന നമ്പർ എന്താണ്, 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളാം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. 238/7 7 3 21 7 4 28 ആയി പോകും. ഇപ്പൊ 7 3 21 2 8 കണ്ടോ. 23 21 പോയ 2 8 ഇറക്കി 7 4 എത്ര, 28 0. സെറ്റ് അല്ലേ, കണ്ടോ 34. ക്ലിയർ അല്ലേ. അപ്പൊ എന്താ ചെയ്യണ്ടേ, ലാസ്റ്റ് ഡിജിറ്റിൽ നിന്നിട്ട് ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബാക്കി കുറയ്ക്കുക. അടുത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എത്ര, 2 1 7 0. ആ ഒരു എക്സാമ്പിൾ തൽക്കാലം ഞാൻ ക്യാൻസൽ ചെയ്യാണ്, അത് നമുക്ക് വേണ്ട. അവിടെ വേറൊരു കണ്ടീഷനാണ്, അത് നമുക്ക് വേണ്ട. നമുക്ക് വേറെ എക്സാമ്പിൾ എടുക്കാം. വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. 91 വേറെ എക്സാമ്പിൾ. 91 സിമ്പിൾ നമ്പർ എടുക്കാം. 91 ലാസ്റ്റ് ഡിജിറ്റ് ഏതാ, 1. 1ന്റെ ഇരട്ടി 2. 1ന്റെ ഇരട്ടി 2 എത്രയെന്ന് കുറയ്ക്കുക, 9 എന്ന് കുറയ്ക്കുക. എത്ര കിട്ടും, 7. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ പറയാം, ഇപ്പൊ ജസ്റ്റ് ഇത് പറയുന്നില്ല. 9 2 പോയി എത്ര, 7. സെറ്റ് അല്ലേ. ഇപ്പൊ ഈ ലാസ്റ്റ് എക്സാമ്പിൾ എക്സാമ്പിൾ വേണ്ട, നമുക്ക് ഇത്രയും കാര്യം മതി. ഓക്കെ അല്ലേ. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കുറച്ച് വരാം. അവസാനം ഇവിടെ കിട്ടുന്നോ എവിടെയാണ് 7 കിട്ടുന്നത്, 7 കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, 7ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നുണ്ട്, 7 അല്ല 7ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിക്കോ, അവിടെ വെച്ച് പറ്റും. ലാസ്റ്റ് വരെ പോകണമെന്നുള്ള കണ്ടീഷൻ ഇല്ല. ഇപ്പൊ 3 ഡിജിറ്റ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പം തീർന്നു. 4 ആണെങ്കിൽ പിന്നെ കുറച്ച് പോകേണ്ടി വരും, നമുക്ക് പറയാതെ. ഓക്കെ അല്ലേ, എന്റെ സെറ്റ് അല്ലേ. നമുക്ക് 8ന്റെ പോവാം. എടാ നമ്മള് 4ന്റെ പഠിച്ചതല്ലേ, എന്തായിരുന്നു 4ന്റെ കണ്ടീഷൻ ഓർക്കുന്നുണ്ടോ? 4ന്റെ കണ്ടീഷൻ എന്തായിരുന്നു, ആ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 0 ആവണം, അല്ലെങ്കിൽ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതല്ലായിരുന്നു അവിടെ 4ൻ്റെത്. 4ന്റെ ഓർക്കണം, കാരണം കണക്ഷൻ ഉണ്ട്. 4ന്റെ ഓർക്ക്. 4ന്റെ കണ്ടീഷൻ എന്താ, ലാസ്റ്റ് 2 ഡിജിറ്റ് അതായിരുന്നു, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്ന ഒന്നെങ്കിൽ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അല്ലെങ്കിൽ കണ്ടീഷൻ എന്താ, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ചേർന്ന് വരുന്ന സംഖ്യ എന്തായിരിക്കണം, ഡിവിസിബിൾ ബൈ 4. ഷോർട്ടായിട്ട് എഴുതുന്ന, കഴിഞ്ഞ കാണാത്തവരെ കൂടെ കണ്ടിട്ട് കാണാവുള്ളേ. ലാസ്റ്റ് 2 ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനാണെങ്കിൽ എത്ര കൊണ്ട് പറ്റൂന്നാണ് നമ്മൾ പറഞ്ഞത്, 4 കൊണ്ട് പറ്റും. എടാ സെയിം റൂള്, ഒരു കുഞ്ഞു ചേഞ്ച് മാത്രമേ ഇവിടെ ഉള്ളൂ. നോക്കിയേ, എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8 if the number formed by, നോക്കിയേ, the last 3 digits is divisible by 8. ഒന്നെങ്കിൽ ലാസ്റ്റത്തെ 3 ഡിജിറ്റിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇവിടെ ഓറാണ്. നേരത്തെ പറഞ്ഞ 6ന്റെ കേസിൽ പറഞ്ഞ ആൻഡ് അല്ല, ഓറാണ് വന്നേക്കണേ. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ 2 കണ്ടീഷൻ, ഒന്നെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യാം, അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാം. ഓർ the last 3 digits are 0. അവസാനത്തെ 3 ഡിജിറ്റുകൾ 0 ആവുക. സെറ്റാണോ? ഡിഫറൻസ് മനസ്സിലായോടാ? 4ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ്. 4ന്റെ കണ്ടീഷൻ എന്താ, ലാസ്റ്റ് 2 ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യയെ 1 കൊണ്ട് ഒന്നെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ, ആ കണ്ടീഷൻ അല്ല വേറൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 0 ആയിരിക്കണം. എന്നാൽ 8ന്റെ കേസിൽ എന്താ, ലാസ്റ്റത്തെ 3 നമ്പർ ചേർന്ന് വരുന്ന സംഖ്യ, ലാസ്റ്റത്തെ 3 നമ്പർ ചേർന്ന് വരുന്ന സംഖ്യ ഒന്നെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത കണ്ടീഷൻ എന്താ, അടുത്ത കണ്ടീഷൻ നോക്കേണ്ട ഏതാ, ലാസ്റ്റത്തെ 3 ഡിജിറ്റ് 0 ആണോ നോക്കുക.
ഓക്കെ അല്ലേ? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കിയോ? നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് കണ്ടോ? എക്സാമ്പിള് 4,56,160. 4,56,160 അല്ലെങ്കിൽ 45,160. ലാസ്റ്റ് 3 ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യ ഏതാ? പറ. എത്ര? ഹൈലൈറ്റ് മാത്രമേ. ലാസ്റ്റ് 3 ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യ ഏതാ? ഒരു മിനിറ്റ്. ലാസ്റ്റ് 3 ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യ 160 അല്ലേ? 160 അല്ലേ? 160 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഈസി ആണ്. 28 പറ്റും. 28 160 അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. 160/8 2 8 16 0 0. അറിയാം 20 × 8 160. അപ്പൊ ലാസ്റ്റത്തെ 3 ഡിജിറ്റിന് എന്ത് ചെയ്യാൻ പറ്റി? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി അല്ലെ? ലാസ്റ്റത്തെ 3 ഡിജിറ്റിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. സോ നമുക്ക് എന്ത് പറയാം? ഈ ഫുൾ നമ്പർ ആയ 4,56,160 അല്ലെങ്കിൽ 4,56,160 എന്ന് പറയുന്ന സംഖ്യയും എന്ത് ചെയ്യാം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ലാസ്റ്റ് 3 ഡിജിറ്റ് 0. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. 3,28,000 3,28,000 അല്ലെങ്കിൽ 3,2,8,0,0,0. ലാസ്റ്റ് 3 ഡിജിറ്റ്, അതായത് വൺസും ടെൻസും ഹൺഡ്രഡ്സും ചേരും. ലാസ്റ്റ് 3 ഡിജിറ്റ് എന്തായാ? 0 ആയാ പോരെ? ഇവിടെ നോക്കണ ലാസ്റ്റ് 3 ഡിജിറ്റ് ഇവിടെ ആരാ? 0 അല്ലേ? സോ അപ്പൊ ഇത് എന്താണ്? ഡിവിസിബിൾ ബൈ 8 ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മള് 4 പഠിച്ചെങ്കിൽ 4 കണക്ട് ചെയ്തിട്ട് ആരെ പഠിക്കാം? 8 പഠിക്കാം. 2 3 അറിയാമെങ്കിൽ അവരെ കണക്ട് ചെയ്ത് ആരെ പഠിക്കാം? 6 പഠിക്കാം. ഇനി 3 അറിയാമെങ്കിൽ അവനെ കണക്ട് ചെയ്തതിന് 9 പഠിക്കാം. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ 8ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? എ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 8 if the number formed by the last 3 digits is divisible by 8 or the last 3 digits are 0. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മള് ഡിവിസിബിലിറ്റിയുടെ കേസിൽ 2 പഠിച്ചു, 3 പഠിച്ചു, 4 പഠിച്ചു, 5 പഠിച്ചു, 6 പഠിച്ചു, 7 പഠിച്ചു, 8 പഠിച്ചു. എടാ നമുക്ക് ഇനി എത്ര പഠിക്കാം? 9ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം. നമ്മൾ കണക്ട് ചെയ്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 പഠിച്ചപ്പോ ഞാൻ പറഞ്ഞു 2ഉം 3ഉം പഠിച്ചവർ എന്ത് പഠിക്കും? 6 ഈസി ആയിട്ട് എന്ന് പറഞ്ഞു. 8 പഠിച്ചപ്പോ നമ്മൾ എന്താ പറഞ്ഞേ? 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയാവുന്നത് എന്ത് ചെയ്യാം? 8ന്റെ പാട്ട് കണക്ട് ചെയ്യാം. ചെറിയൊരു ചേഞ്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എടാ അതേപോലെ തന്നെയാണ് 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയാവുന്ന എന്തും പറയാം, 9ന്റെ ഈസി ആയിട്ട് പറയാം. കാരണം കണ്ടീഷൻ ഓൾമോസ്റ്റ് സെയിം. എല്ലാം ഒരുപോലെ വന്നാൽ പിന്നെ പറയാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവും, പക്ഷെ കണക്ട് ചെയ്ത് പഠിക്കുക. അതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്ക്, വായിക്കും. എ നമ്പർ is divisible by 9 if the sum of its digits is divisible by 9. അതായത് ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? അവയുടെ ഡിജിറ്റുകളുടെ സമ്മിനെയും എന്ത് ചെയ്യാം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ന്റെ ഓർമ്മയുണ്ടോ? 3ന്റെ ഓർക്കാത്തവർക്ക് വേണ്ടി ഒന്ന് പറയട്ടെ. 3ന്റെ പറയട്ടെ. ഒരു നമ്പർ പറയാം. 3ന്റെ ഒരു മൾട്ടിപ്പിൾ പറഞ്ഞാല് 243. എങ്ങനെയാണ് ഇത് 3ന്റെ ആണോ ചെക്ക് ചെയ്യുക? 243 എങ്ങനെയാ 3ന്റെ ആണോ ചെക്ക് ചെയ്യുക? ഡിജിറ്റുകളുടെ സം എടുക്കുക. 2 + 4 + 3 6 3 9. നമ്മൾ പറഞ്ഞു 9 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതെന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെറ്റ് അല്ലേ? സെയിം റൂള് ഇവിടെ 9ന്റെ കേസിൽ എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? സെയിം റൂള് തന്നെയാ. പക്ഷെ അവിടെ 3ന്റെ മൾട്ടിപ്പിൾ ആവണമെന്നല്ല പറഞ്ഞേക്കുന്നത്. എന്താവണം? 9ന്റെ മൾട്ടിപ്പിൾ ആവണമെന്നേ ഉള്ളൂ. 9ന്റെ മൾട്ടിപ്പിൾ ആവണമെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 9ന്റെ മൾട്ടിപ്പിൾ 3ന്റെ മൾട്ടിപ്പിൾ ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയല്ലേ? 9ന്റെ ഒന്നാമത്തെ മൾട്ടിപ്പിൾ 9, അത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 18, അത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 27, അത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 36, അത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 45, അത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 54, അത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? കണ്ടീഷൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാ. അതാ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്യുക, ഡിജിറ്റുകൾ ആഡ് ചെയ്യുക. ആ കൂട്ടി കിട്ടുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം. ഒന്നാമത് എക്സാമ്പിൾ നോക്കാം. 78,624 78,624 അല്ലെങ്കിൽ 7 8 6 2 4. ഓക്കെ, നോക്കടാ. 3ഉം കൂടെ കൂട്ടാം. 3 കൂടെ കൂട്ടുമ്പോ എന്ത് വരും? അല്ല 3 അല്ല, ഡിജിറ്റ് എല്ലാം കൂട്ടാം. അപ്പൊ എന്ത് കിട്ടും? 7 + 8 + 6 + 2 + 4. ഓക്കെ അല്ലേ? 7 + 8 + 6 + 2 + 4 കൂട്ടുമ്പോ എത്ര കിട്ടും? 7 8 15, 15 6 21, 21 2 23, 23 4 എത്ര? 27.
കറക്റ്റ് അല്ലേ? 7 8 15 6 21 2 23 4 27. എടാ 27 എന്ന് പറഞ്ഞാൽ 3 × 9 അല്ലേ? 3 × 9 ആണോ? അപ്പൊ ഈ തന്നേക്കുന്ന നമ്പർ 3 കൊണ്ടും ഡിവിസിബിൾ ആണ്. എത്ര കൊണ്ട് ഡിവിസിബിൾ ആണ്? 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. അടി ഇവിടെ ഞാൻ എടുത്തൊരു കാര്യം പറയാം. 9ന്റെ മൾട്ടിപ്പിൾസ് എടുത്താൽ അത് ഓൾമോസ്റ്റ് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. എന്നാൽ 3ന്റെ എല്ലാ മൾട്ടിപ്പിൾസും എടുത്താൽ അത് 9 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? എന്ത് ചോദിക്കേ? 9ന്റെ മൾട്ടിപ്പിൾ നിങ്ങളിപ്പോ നിരത്തി പിടിച്ച് കുറെ എഴുതി. 9 18 27 36 45 54. അടുത്തത് 9 54 കഴിഞ്ഞ് 9 63. 63 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 9 72 അതും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 9 81 അതും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ 9 10 90 അതും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ അല്ലേ? എടാ എന്ന് കരുതി 3ന്റെ മൾട്ടിപ്പിൾ എല്ലാം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നൊരു കണ്ടീഷൻ പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല അല്ലേ? എടാ 3ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? 3 6 9 12 15 18 21 24 27 30. ഈ കൂട്ടത്തിൽ എത്ര എണ്ണത്തിന് 9 കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആകെ ഇവൻ 9 കൊണ്ട് 9ന് 9 കൊണ്ട് പറ്റും, 18ന് 9 കൊണ്ട് പറ്റും, 27ന് 9 കൊണ്ട് പറ്റും. ബാക്കി ആരെങ്കിലും 9 കൊണ്ട് പറ്റുന്നുണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെയൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടീഷൻ കറക്റ്റാ. എന്നാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെ എല്ലാം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. മനസ്സിലായോ? അതാണ് അത് എടുത്ത് പറയുന്നത്. കാരണം അതിന് സെപ്പറേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒറ്റടിക്ക് റൂൾ പഠിച്ചാൽ പോരെ. 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവർ 9ന്റെ മൾട്ടിപ്പിൾ ആവുന്ന ഒറ്റ റൂൾ പഠിച്ചാൽ പോരെ. 3ന്റെ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന പഠിച്ചാൽ പോരെ. പക്ഷെ അങ്ങനെ പഠിച്ചാൽ തെറ്റിപ്പോ. കാര്യം എന്താ? 9ന്റെ മൾട്ടിപ്പിൾ അല്ല 3ന്റെ കൂടെ മൾട്ടിപ്പിൾ ആണ്. അതേസമയം 3ന്റെ മൾട്ടിപ്പിളുകളൊന്നും എന്തല്ല? 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 3ന്റെ മൾട്ടിപ്പിൾ 9 ഇല്ല. 6 3ന്റെ മൾട്ടിപ്പിൾ 9ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 12 3ന്റെ മൾട്ടിപ്പിൾ 9ന്റെ ആണോ? അല്ല. അതാണ് നമ്മളിത് സെപ്പറേറ്റ് പഠിക്കാനുള്ള കാര്യം. മനസ്സിലായോ? ഇതേ കണ്ടീഷൻ 4 8ന്റെ കേസും ഒക്കെ ഉണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, 9ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 3ന്റെ കേസ് കറക്റ്റ് ആയിട്ട് വരും. എന്നാൽ 3ന്റെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 9ന്റെ എല്ലാം കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. ക്ലിയർ ആയോ? അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? സെപ്പറേറ്റ് എടുത്ത് കൂട്ടി കണ്ടീഷൻ വ്യക്തമായിട്ടും ചെക്ക് ചെയ്യേണ്ടി വരും. 3 കൊണ്ട് പറ്റും എന്ന് ചാടി കയറി കൊണ്ട് 9 കൊണ്ടും പറ്റും എന്ന് പറഞ്ഞ് എഴുതാൻ പോകരുത്. മനസ്സിലായോ? ഓക്കെ. അതുപോലെ 9 കൊണ്ട് പറ്റും എന്ന് കരുതി 3 കൊണ്ടും പറ്റണമെന്ന് അത് ഏകദേശം കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഇവിടെ കിട്ടത്തില്ല. അടുത്ത് നോക്ക്, തിരിച്ച് കിട്ടത്തില്ല. 9 കൊണ്ട് പറ്റുമെങ്കിൽ 3 കൊണ്ട് പറ്റുമെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ എന്താ പറയാ, 3 കൊണ്ട് പറ്റി എന്ന് കരുതി എന്ത് പറ്റണമെന്നില്ല? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? അടുത്തത് നോക്കടാ. 4,50,324 4,50,324. ഓക്കെ അല്ലേ? അതായത് 4 5 0 3 2 4 കൂട്ട് 4 + 5 + 0 + 3 + 2 + 4. 4 + 5 + 0 + 3 + 2 + 4 കൂട്ടിക്കെല്ലാം കൂടെ 4 5 9 9 3 12 12 2 14 14 4 18 അല്ലേ? 4 5 9 9 3 12 2 14 4 18 + 0 18. എടാ 18 എന്ന് വെച്ചാൽ 2 × 9 അല്ലേ? അല്ലേ? അപ്പൊ 18 ഈ തന്നേക്കുന്ന നമ്പർ എന്താണ്? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാം. അതേസമയം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മാത്രം അതിനെ 9 കൊണ്ടും പറ്റണമെന്നില്ല. അതുകൊണ്ട് 3ന്റെ റൂൾ ആഡ് ചെയ്തിട്ട് 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞ് നേരിട്ട് കയറി 9 എന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. മനസ്സിലായോ? 9ന്റെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3ന്റെ കൂടെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അത് തിരിഞ്ഞു പോലെ അല്ലെങ്കിൽ ഡിഫറൻറ്റ് രണ്ടായിട്ട് തന്നെ പഠിച്ചാൽ മതി. ഒറ്റയടിക്ക് പഠിക്കണ്ട. കണക്ട് ചെയ്യുക മാത്രം ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ എന്താ? 3ന്റെ ചെക്ക് ചെയ്യാൻ ആഡ് ചെയ്യുക. സം 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതെന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ 9ന്റെ കേസിലും ആഡ് ചെയ്യുക. സം 9ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 7 പഠിച്ചു, 8 പഠിച്ചു, 9 പഠിച്ചു. നമ്മൾ ലാസ്റ്റ് 10. എടാ ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. 10ന്റെ ടേബിൾ എടുത്ത് ഏതൊക്കെ നമ്പർ? 10. 10ന്റെ ടേബിൾ മാത്രം നമുക്ക് എത്ര വേണമെങ്കിലും പറയാൻ പറ്റുമല്ലേ? അല്ലാത്ത എല്ലാം നമ്മൾ 10 നിർത്തും. 10 വരെ 13 14 15 10 5 10 6 10 കൊണ്ട് നമ്മൾ നിർത്തും. പക്ഷെ 10ന്റെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും പറയാം. കാരണം ഈസി ആണല്ലോ. 10 20 30 40 50 60 70 80 90 100 110 അങ്ങനെ പോവും എക്സെട്ര. എടാ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഈസി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. എന്താ കണ്ടീഷൻ? ഒന്നുമില്ല. യൂണിറ്റ് ഡിജിറ്റ് 0 ആയാൽ, യൂണിറ്റ് ഡിജിറ്റ് 0 ആയാൽ അതെന്തായിരിക്കും? 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എടാ യൂണിറ്റ് ഡിജിറ്റ് 0 വരുന്ന വേറെ കുറെ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
5ന്റെ കേസ് ഓർക്കുന്നുണ്ടാ? എന്തായിരുന്നു 5ന്റെ കേസ്? അവിടെ യൂണിറ്റ് ഡിജിറ്റ് 0 ആയാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിന് എത്ര കൊണ്ടും പറ്റും? 10 കൊണ്ടും പറ്റും. പക്ഷേ 5ന്റെ കേസിൽ മറ്റൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. യൂണിറ്റ് ഡിജിറ്റ് എത്ര കൂടെ ആവാം? 5 ആവാനും സാധ്യതയുണ്ട് അല്ലെ? 5ന്റെ കേസ് രണ്ട് പോസിബിലിറ്റിയാ ഉള്ളത്. ഒന്നെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 0 ആവാം, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 5 ആവാം. എന്നാൽ 10ന്റെ കേസ് വേറെ ഒറ്റ പോസിബിലിറ്റി ഇല്ല. യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും എത്ര തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ് ആണല്ലോ. നോക്കിയേ, അപ്പോ എന്താ പറഞ്ഞേക്കുന്നത്? എ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 10 ഇഫ് ഇറ്റ്സ് യൂണിറ്റ് ഡിജിറ്റ്സ് 0. അപ്പൊ തന്നേക്കുന്ന നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ എന്ത് ചെയ്യാടാ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 23 അല്ലെ? 23,450 കണ്ടോ? 2 3 4 5 0. യൂണിറ്റ് ഡിജിറ്റ് 0 ആണല്ലോ. ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്പർ എത്ര? 2,39,740. അവിടെയും യൂണിറ്റ് ഡിജിറ്റ് എത്ര ആണ്? 0 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? 10ന്റെ റൂളിൽ വേറെ എക്സാമ്പിൾ വ്യത്യാസവും ഡൗട്ട് അടിക്കുന്ന ഒരു കാര്യമില്ല. ലാസ്റ്റ് ഡിജിറ്റ് 0, ലാസ്റ്റ് 2 ഡിജിറ്റ് 0 എന്ന് പറഞ്ഞാൽ അവിടെ 10ന്റെ റൂൾ അല്ല എന്ന് പറഞ്ഞേക്കരുത്. നോക്കിയേ, 2400 നമ്മൾ പഠിച്ചേക്കുന്നത് എന്താ? ലാസ്റ്റ് ഡിജിറ്റ് 0 പറഞ്ഞു. അപ്പൊ ചിലർക്ക് തോന്നും ലാസ്റ്റ് ഡിജിറ്റ് മാത്രമല്ലല്ലോ ഇവിടെ 0 വന്നേ, ലാസ്റ്റ് 2 ഡിജിറ്റ് 0 വന്നിട്ടില്ല എന്ന് തോന്നുന്നവരുണ്ട്. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെന്നാണ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആയി പോയല്ലോ. അപ്പോൾ അത് 10ന്റെ മൾട്ടിപ്പിൾ ആവോ എന്ന് ചെക്ക് ചെയ്യുന്നതിനോട്. എടാ, ലാസ്റ്റ് നമുക്ക് ഇവിടെ 10ന്റെ കേസിൽ വേറെ ആരെയും നോക്കണ്ട. നെവർ മൈൻഡ് എന്ന് പറയുന്നവർ ആരെ മൈൻഡ് ചെയ്യണ്ട. ആരെ മാത്രം നോക്കിയാൽ മതി? ലാസ്റ്റ് നമ്മുടെ യൂണിറ്റ് ഡിജിറ്റിനെ മാത്രം നോക്കിയാൽ മതി. അവൻ 0 ആണോ നോക്കിയാൽ മതി. ബാക്കി ആരെന്തായിക്കോട്ടെ, 0 ആയിക്കോട്ടെ, 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3, എന്ത് നമ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ, ലാസ്റ്റത്തെ ആള് 0 ആണോ നമുക്ക് എന്ത് പറയാം? അവൻ എന്ത് ചെയ്യാൻ പറ്റും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയും. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് 11ന്റെ പറയാലോ. 11ന്റെ ഇതൊന്നും ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഇത്രയും നേരം നമ്മൾ പറഞ്ഞ റൂളുകൾ അത്യാവശ്യം വളരെ സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ 2 ആയാലും 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, 4 പഠിച്ചു 8 പറഞ്ഞു അല്ലെ, 5 പഠിച്ചു 5ആയിട്ട് ഏകദേശം ഓൾമോസ്റ്റ് ഇതുപോലെ പറഞ്ഞ 10 പറഞ്ഞു. 6 2 3 അറിയാമെങ്കിൽ 6 പറഞ്ഞു. 7 പറഞ്ഞു. 7 ആയിരുന്നു പിന്നെയും കുറച്ച് കുരിഷ്ട്. അത് അധികം നമുക്ക് അങ്ങനെ വരാറില്ല, എന്നാലും അടിച്ചിരിക്കുക. 7 ഒരു ഡൗട്ടുള്ള സാധനമാണ്, അതും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ 8 4 അറിയാമെങ്കിൽ 8 കണക്ട് ചെയ്ത് പഠിക്കാം. 9 3 അറിയാമെങ്കിൽ 9 കണക്ട് ചെയ്ത് പഠിക്കാം. 10 വളരെ ഈസിയാണ്. ലാസ്റ്റ് മിനിറ്റ് 0 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. 11 നമ്മുടെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. നോക്കി, എ നമ്പർ is divisible by 11. ഒരു നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ if the difference of the ഹൈലൈറ്റ് ചെയ്യാവേ, if the difference of the sum of its digits at odd places and sum of its digits at even places is either 0 or 11 or a number divisible by 11. കാണുമ്പോൾ തന്നെ ഒരു വലിയ സെന്റൻസ് കൺഫ്യൂഷൻ വരും, പേടിയും വരും. അവിടെ ഒന്നുമില്ല, ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണേ. ഒന്ന് ശ്രദ്ധിച്ചോണേ. ശ്രദ്ധിക്കോ, ഇപ്പൊ ഒരു നമ്പർ നിങ്ങൾക്ക് തരാം. ഫോർ എക്സാമ്പിൾ 11 കൊണ്ട് ഡിവൈസിബിൾ ആവുന്ന ഒരു നമ്പർ നമുക്ക് എടുക്കാം. നോക്കിയേ 94 94259. ഈ പൊസിഷൻ ഈവൻ പൊസിഷൻ ഒന്നും കണ്ടു ഞെട്ടണ്ട. ഇനിയിപ്പോ അതൊക്കെ ഓർത്തിട്ട് ഇതെന്ത് സാധനം ഒന്നും വേണ്ട, അങ്ങനെ നോക്കണ്ട. എടാ, നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പർ എടുക്കാം. അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. ഇവിടെ ഇങ്ങനെ ഇവനെ ഒന്നും പഠിക്കണം, ഇങ്ങനെ ഓർത്താൽ മതി. ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് എടുക്കാൻ നമുക്കറിയാമല്ലോ. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്തായിരുന്നില്ല? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തുടർച്ചയായിട്ടുള്ള നമ്പർ, തുടർച്ചയായിട്ട് പോകുന്ന നമ്പേഴ്സ്. ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ഒന്നിടവിട്ട നമ്പറുകൾ. അപ്പൊ ഇവിടെ ഓൾട്ടർനേറ്റീവ് നമ്പർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കാം. ഞാനൊരു ബ്ലാക്കിങ്ങിൽ കാണിക്കാം. ഇപ്പൊ 9 എടുത്താൽ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് ആരാ? 2. അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അടുത്ത നമ്പർ ഏതാ? വീണ്ടും 9. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് നിങ്ങൾ നമ്മുടെ 4 എടുത്താൽ 4ന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് ആരാ? 5. സെറ്റ് അല്ലേ? 4ന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് 5. അപ്പൊ ഈ ചെയ്യേണ്ട കാര്യം, ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകളുടെ സം എടുക്കുക. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ എന്തെടുക്കുക? സം എടുക്കുക. അപ്പൊ അവിടെ ഒന്ന് കൂട്ടിക്കിടാം. ആദ്യം ആ ബ്ലാക്ക് ഇങ്കിൽ ഞാൻ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് ഗ്രൂപ്പ്. അപ്പൊ ആരൊക്കെയാ? 9 + 2 + 9. ഓക്കെ, 9 + 2 + 9. അവരൊരു ബ്രാക്കറ്റ് കൊടുത്തു.
മൈനസ് അടുത്ത റെഡിങ്ങിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് അടുത്ത ഓൾട്ടർനേറ്റീവ് ഗ്രൂപ്പ്. ഏതൊക്കെയാ? 4 + 5. സെറ്റ് അല്ലേ? 4 + 5. ഇനി കൂട്ട് 9 ഉം 2 ഉം 11. 11 9 20 അല്ലേ? 9 2 11, 11 9 20. മൈനസ് 4 5 എത്ര? 9. 4 5 9. നോക്കിയേ, ഒന്നിടവിട്ടുള്ള സംഖ്യകൾ എടുത്തു കൂട്ടി. ഒന്നിടവിട്ടുള്ള സംഖ്യകൾ പരസ്പരം കൂട്ടി എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യത്തെ ഒന്നിടവിട്ടുള്ള സംഖ്യ എടുത്ത് കൂട്ടി അതിന് അടുത്ത ഒന്നിടവിട്ടുള്ള സംഖ്യകൾ കൂട്ടിയത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു, വ്യത്യാസം എടുത്തു, അവരെ പരസ്പരം കുറച്ചു. അടുത്ത് നോക്കിയാൽ 4 5 9. അവിടെ 20 9 പോയ എത്ര? 20 9 പോയ 11. കണ്ടോ? മനസ്സിലായോ? അപ്പൊ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ എടുക്കുക, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ എടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞേക്കണേ? ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ? അവയുടെ ആഡ് ചെയ്തിട്ട് ഡിഫറൻസ് എടുക്കുക. അവ ആഡ് ചെയ്തിട്ട് ഡിഫറൻസ് എടുക്കുക. ആഡ് ചെയ്തിട്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ അവ ആഡ് ചെയ്തിട്ട് ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടുമോ നോക്കുക. ഒന്നെങ്കിൽ 0 കിട്ടണം. ഒന്നെങ്കിൽ കണ്ടീഷൻ ഉണ്ട്, അതാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. ഈസ് എയ്തർ 0, ഒന്നെങ്കിൽ 0 ആവണം, ഓർ 11, എല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 11 ഓർ എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 11. അല്ലെങ്കിൽ കണ്ടീഷൻ എന്താ? 11 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഏതെങ്കിലും ഒരു നമ്പർ. മനസ്സിലായോ? 11 തന്നെ വന്നോന്നില്ല, ഒന്നെങ്കിൽ 0 കിട്ടുക. 0 കിട്ടിയ ഓക്കെ, പക്ക ഓക്കെ. ആൾക്ക് 11 തന്നെ കിട്ടുമോ നോക്കാം, പറയാം. അല്ലെങ്കിൽ 11ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആയാൽ മതിടാ. 11 22 33 അതിൽ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയാലും മതി. ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം തന്നേക്കുന്ന നമ്പർ എന്താണ്? 11 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. തന്നേക്കുന്ന നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് പറയാൻ പറ്റും. ഞാൻ വേറെ എക്സാമ്പിൾ കൂടി കാണിക്കാവേ, നോക്കൂ. എക്സാമ്പിൾ ആണ് 7 3 2 4 9. 7 3 2 4 9. 7 3 2 4 9. അവിടെ നോക്കടാ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പർ നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്തേ. ഇങ്ങനെ ഒന്ന് മാർക്ക് ഒന്നും ചെയ്യേണ്ട കേട്ടോ. എക്സാം എഴുതുമ്പോൾ കാണിക്കാൻ വേണ്ടി മാത്രം പറയാം. 1 7 സെറ്റ് അല്ലേ? അടുത്ത 2 ഓക്കെ അല്ലേ? അടുത്ത 9. ക്ലിയർ? 7 ഉണ്ട്, 2 ഉണ്ട്, 9 ഉണ്ട്. അടുത്ത ഓൾട്ടർനേറ്റീവ് നമ്പർ റെഡിങ്ങിൽ മാർക്ക് ചെയ്യാം. നോക്കോ, ഏതൊക്കെ പറയാം? 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. നമ്മുടെ കണ്ടീഷൻ എന്താ? ഇവര് തമ്മിൽ കൂട്ടുക. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആദ്യം സം എടുക്കുക, എന്നിട്ട് ഡിഫറൻസ് എടുക്കുക. അപ്പൊ ആദ്യം ആ ബ്ലാക്ക് ഇങ്കിലുള്ളവരെ കൂട്ടിക്ക്. 7 + 2 + 9. ഓക്കെ അല്ലേ? 7 + 2 + 9. വലുതിൽ നിന്ന് ചേർത്ത് കുറയ്ക്കാനാണ് കണ്ടീഷൻ. ഉറപ്പായിട്ട് ഇവിടെ 3 ഡിജിറ്റ് അപ്പുറത്ത് 2 ഉള്ളതുകൊണ്ട് വലുത് അത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കുറയ്ക്കുന്നത്. ഡിഫറൻസ് എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും വലുതിൽ നിന്ന് ചേർത്ത് കുറയ്ക്കുക. ആദ്യം എഴുതി എന്നതിന് പ്രസക്തി ഇല്ല. ഓക്കെ ഓക്കെ. അടുത്ത എന്താ? അടുത്ത ആരെ കൊടുക്കണ്ടേ? 3 4. 3 + 4. കണ്ടോ? 7 + 2 + 9 മൈനസ് 3 + 4. 7 2 9. 9 9 18. യെസ്. എഗെയിൻ മൈനസ് 4 3 7. 4 + 3 7. 18 - 7 എത്ര ആണോ? 18 7 പോയാ എഗെയിൻ 11 അല്ലേ? കണ്ടോ? 18 7 പോയ എത്ര? 11. 18 7 പോയ 11 ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? അതിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയാലോ. സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11. സെറ്റ് ആയോ? ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. വേറെ നമ്പർ ആണേ. 64,856. 64,856. 64,886. ഓൾട്ടർനേറ്റീവ് നമ്പർ. ഇനി മാർക്ക് ഒന്നും ചെയ്യണ്ട, കളർ ഒന്നും ചേഞ്ച് ചെയ്യണ്ടല്ലോ, നേരിട്ട് അങ്ങനെ എഴുതി കൂടെ. നോക്കോ, 6 ഉണ്ട് ഓൾട്ടർനേറ്റീവ്, 8 ഉണ്ട്, വീണ്ടും ഒരു 6 ഉണ്ട്. അവരെ കൂട്ട്. 6 + 8 + 6 മൈനസ് അടുത്ത ഓൾട്ടർനേറ്റീവ് ആരാ? 4 ഉണ്ട്, 5 ഉണ്ട്. 4 + 5. ഓക്കെ അല്ലേ? അപ്പൊ എത്ര കിട്ടും? 6 വെട്ടും 14. 14 6 20. ഓക്കെ, 5 4 എത്ര? 9. 20 9 പോയാൽ 11 കിട്ടിയില്ലേ? ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലേ? ഒന്നെങ്കിൽ 11, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ 0. അത് സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പൊ അതിന്റെ കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് ഇത്ര എക്സാമ്പിൾ എഴുതുന്നത്. ഓക്കെ, ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. 3 4 6 0 4 9. 3,46,049. ഓക്കെ, 3,46,049. 3 4 6 0 4 9. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പർ മാർക്ക് ചെയ്തേ. ഇവിടെ 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 4 ഉണ്ട്. 3 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട് അല്ലേ? 3 6 4. ആ നമ്പർ പോയി, ഒന്നുകൂടെ എഴുതാവേ.
346.049 346.049 കാണുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യം ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് മാർക്ക് ചെയ്യാം. 3 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെയാ? 4 ഉണ്ട്, 0 ഉണ്ട്, 9 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് സെറ്റ് 3, 6, 4. അടുത്ത ഓൾട്ടർനേറ്റീവ് സെറ്റ് 4, 0, 9. അവിടെ ഇനി എന്ത് ചെയ്യാ? കൂട്ടാം. കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 3 + 6 + 4. ഓക്കെ അല്ലേ? 3 + 6 + 4 എന്ത് ചെയ്യാ? മൈനസ്. ഇനി ആ ബ്ലാക്കിങ്ങിൽ ഓൾട്ടർനേറ്റീവ് കൂട്ടിക്കുക. അപ്പൊ എന്ത് കിട്ടും? 4 + 0 + 9. കണ്ടോ? 3 + 6 + 4 മൈനസ് 4 + 0 + 9. 3 4 9. 9 4 13. ഓക്കെ അല്ലേ? 9 4 13 മൈനസ് എഗെയിൻ 9 + 4 + 0. 9 4 13 + 0 13. 13 മൈനസ് 13 എത്ര? 0. നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ ആയില്ലേ? ഒന്നെങ്കിൽ 0 ആയാൽ മതി എന്നുള്ള കണ്ടീഷൻ ആയില്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ 0 ആവുക, അല്ലെങ്കിൽ 11 ആവുക, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ. ഒരു എക്സാമ്പിളോട് കാണിച്ചു തരാം. ഒരു എക്സാമ്പിളോട് നോക്കിക്കോളാം. 11ന്റെ കേസ് ആയതുകൊണ്ട് ഒരെണ്ണം കൂടെ പറയാം നമുക്ക്. 7 2 4 8 6 7. 7,24,867. 7,24,867 അല്ലെങ്കിൽ 7 2 4 8 6 7. നോക്കൂ, 7 ഓൾട്ടർനേറ്റീവ് ആണ്, 4 ഓൾട്ടർനേറ്റീവ് ആണ്, 6 ഓൾട്ടർനേറ്റീവ് ആണ്. ഓക്കെ അല്ലേ? 2 ഓൾട്ടർനേറ്റീവ് ആണ്, അതിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് 8, അതിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് 7. ഓൾട്ടർനേറ്റീവുകളുടെ സം എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 7 + 4 + 6 മൈനസ്. ഓക്കെ, 7 + 4 + 6 മൈനസ്. അടുത്ത എന്താ ചെയ്യാ? 2 + 8 + 7. ഓക്കെ, ഇസ് ഈക്വൽ ടു 7 4 11, 11 6 17 മൈനസ് 8 2 10, 10 7 17. 17 മൈനസ് 17 എത്ര? 0. വീണ്ടും നമ്മുടെ കണ്ടീഷൻ ആയില്ലേ? മനസ്സിലായോ? അപ്പൊ ഒരു നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സിന്റെ ഓൾട്ടർനേറ്റീവ് ഡിജിറ്റുകളുടെ സമ്മുകളുടെ ഡിഫറൻസ് ഒന്നെങ്കിൽ 0 ആവണം, അല്ലെങ്കിൽ 11 ആവണം, അല്ലെങ്കിൽ എന്താവണോടാ? 11ന്റെ മൾട്ടിപ്പിൾ ആവണം. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഡിവിസിബിലിറ്റി ഏകദേശം റൂൾസ് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറെ നമ്പറുകൾ ഇനി ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി 11 വരെയാണോ നമ്പർ അല്ലേ? 12 ഇല്ലേ? 13 ഇല്ലേ? 14 ഇല്ലേ? പക്ഷെ അവരുടെയൊക്കെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുമ്പോൾ പറയാം. അപ്പൊ ഇത്രയും ഡിവിസിബിലിറ്റി സെറ്റായി. നമ്മൾ ഇതുവരെ പഠിച്ചത് 2 പഠിച്ചു, 3 4 5 6 7 8 9 10 ഇത്രയും ബേസിക്സ് ആണ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇനി ഡിവിസിബിലിറ്റിയുടെ പ്രോബ്ലംസ് ആയിരിക്കും അടുത്തൊരു സെഷനിൽ ചെയ്യുക. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. ഓക്കെ.